ഹായ് ഓൾ, വെൽക്കം ടു എഡൂസ് ഫാർമ അക്കാഡമി. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻസൈംസ് എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. എൻസൈംസ് എന്ന് പറയുന്ന വേർഡും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമിലർ ആണ്. പക്ഷെ അതിലെ കുറച്ച് എൻസൈംസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. സ്റ്റഡി അബൌട്ട് പപ്പെയിൻ ആണ് ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന എൻസൈം. അപ്പം നോട്ട് ഡൗൺ ദ പോയിന്റ് ദാറ്റ് നമ്മൾ മുന്നേ പഠിച്ച ഡയാസ്റ്റേസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എൻസൈം ആണെങ്കിൽ പപ്പെയിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, അതായത് പ്രോട്ടീൻസിന്റെ മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പപ്പെയിൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്കറിയാം പപ്പായ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്ലങ്ങ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പപ്പായക്ക് ഓരോ സ്ഥലത്തും ഒരുപാട് ഡിഫറെന്റ് നെയിംസ് നമ്മുടെ മലയാളം ലാംഗ്വേജിൽ തന്നെ പപ്പായക്കുണ്ട്. സോ ഇനി പപ്പായയിൽ നിന്നും, പപ്പായ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ, പപ്പായയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരു എൻസൈമാണ് പപ്പെയിൻ. ആൻഡ് പപ്പെയിന്റെ അതർ നെയിംസ് നോക്കും. പപ്പയോട്ടിൻ എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഓക്കെ, ഇത് പപ്പായൻ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. പപ്പായ എന്ന് പറയുന്ന വേർഡുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഇത് കണ്ടോ, വെജിറ്റബിൾ പെപ്സിൻ. അതായത് പെപ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റില് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ പ്രോട്ടീൻസിന്റെ ഡൈജഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു എൻസൈമാണ് ഈ പറഞ്ഞ പെപ്സിൻ. പക്ഷെ ഈ പപ്പൈൻ എന്ന് പറയുന്നത് എന്താണ്? വെജിറ്റബിൾ പെപ്സിൻ. അതായത് പെപ്സിൻ ലൈക്ക് ആക്ഷൻ ഉള്ള ഒരു വെജിറ്റബിൾ സോഴ്സിലുള്ള ഒരു പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആയതുകൊണ്ടാണ് ഇതിനെ വെജിറ്റബിൾ പെപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ വെജിറ്റബിൾ പെപ്സിൻ എന്ന് പറയുന്നത് ഏതാണ്? പപ്പൈൻ ആണ്. ഓക്കെ, സോ പപ്പൈൻ ഈസ് ഓൾസോ നോൺ ആസ് വെജിറ്റബിൾ പെപ്സിൻ. ആൻഡ് നെക്സ്റ്റ് ട്രൊമാസിൻ, ആർബൂസ്. അപ്പൊ ഈ 4 പേര് നോട്ട് ഡൗൺ ചെയ്യണം: പപ്പയോട്ടിൻ, വെജിറ്റബിൾ പെപ്സിൻ, ട്രൊമാസിൻ, ആർബൂസ്. ഇത് 4 പപ്പൈൻ്റെ ഡിഫറെന്റ് ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സിനോണിംസ്. ഈ 4 പേരിലും പപ്പൈൻ അറിയപ്പെടും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾ പെപ്സിൻ എന്ന് പറയുന്ന പേരാണ്. ബിക്കോസ് പെപ്സിൻ ലൈക്ക് ആക്ഷൻ ഉള്ള, പ്രോട്ടിയോലൈറ്റിക് ആക്ഷൻ ഉള്ള ഒരു വെജിറ്റബിൾ സോഴ്സിൽ, ഒരു പ്ലാന്റ് സോഴ്സിൽ, ഒരു പ്ലാന്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് പപ്പൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇനി ബയോളജിക്കൽ സോഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം, പപ്പായ, നമ്മുടെ കപ്ലങ്ങ മരത്തിൽ നിന്നാണ് ഈ ഒരു പപ്പൈൻ കിട്ടുന്നത്. അപ്പൊ പപ്പായ എന്ന് പറയുന്ന പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആയിരിക്കും ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ്. പപ്പായ പ്ലാന്റിന്റെ ഫാമിലി ആയിരിക്കും ഇതിന്റെ ഫാമിലി ആയിട്ട് വരുന്നത്. നോക്കിക്കേ, പപ്പൈൻ is the dried and purified latex of the green fruits and leaves of Carica papaya limb belong to the family Caricaceae. So ഇതിന്റെ നെയിം ഈ ഇത്രയും പഠിച്ചാൽ മതി. പപ്പായയിൽ നിന്നാണ് നമ്മുടെ പപ്പൈൻ കിട്ടുന്നത്. ആൻഡ് പപ്പായയുടെ സയന്റിഫിക് അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് കാരിക്ക പപ്പായ എന്നും അതിന്റെ ഫാമിലി എന്നുള്ളത് കാരിക്കേസിയാണ്. അപ്പം ഒരു ബയോളജിക്കൽ സോഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള 3 പോർഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ പ്ലാന്റിന്റെ ഫാമിലി, ഒന്ന് ആ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം, ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ വിച്ച് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത് ആസ് എ ഡ്രഗ് എന്നത്. അപ്പം അത് ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡ്രൈഡ് ആൻഡ് പ്യൂരിഫൈഡ് ലാറ്റക്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പപ്പൈൻ കിട്ടുന്നത്. അതായത് ഈ കപ്ലങ്ങ കപ്ലങ്ങയുടെ മരം വീട്ടിലുള്ളവർക്ക് അറിയാം. നമ്മളിപ്പോൾ പച്ച കപ്ലങ്ങ ആണെങ്കിലും പഴുത്തതാണെങ്കിലും നമ്മളത് പറിക്കാൻ നേരത്ത് അതിനകത്തുനിന്ന് ഒരു മിൽക്കി അല്ലെങ്കിൽ ചെലം പോലെ വെള്ളം ഒലിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു എക്സുഡേഷൻ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ആ ലാറ്റക്സിനെ, ആ ഫ്രൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന അതിനെയാണ് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലാണ്, ആ ലാറ്റക്സിൻ്റെ, ആ എക്സുഡേഷൻ്റെ ആ ഉള്ളിലാണ് എന്തുള്ളത്? നമ്മുടെ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഓക്കെ, സോ അതിന്റെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ലാറ്റക്സ് ആണ്. എക്സുഡേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ദി പപ്പായ ഫ്രൂട്ട്, അതാണ് അതിന്റെ പാർട്ട്. ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് കാരിക്കേസി ആണ്. ആൻഡ് ആ പ്ലാന്റ് നെയിമുമായിട്ട് ആ ഫാമിലി റിലേറ്റഡ് ആണ്, കാരിക്ക പപ്പായ. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. പപ്പൈൻ എന്ന് പറയുന്നത് പപ്പായ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ്. പപ്പായയുടെ പ്ലാന്റ് നെയിം എന്ന് പറഞ്ഞാൽ കാരിക്ക പപ്പായ ആണ്. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഫാമിലിയും കിട്ടി, കാരിക്കേസിയെ. അതിൽ നിന്ന് കിട്ടുന്ന ലാറ്റക്സ്, ആ എക്സുഡേഷൻ ആണ് നമ്മൾ അതേന്നാണ് നമ്മുടെ പപ്പൈൻ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്ക്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് the epicarp adheres to the orange colored. ഈ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായേനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പികാർക്ക് അഡ്ഹിയേഴ്സ് ടു ദി
ഓറഞ്ച് കളേർഡ് ഫ്ലഷി സാർക്കോകാർപ്പ്. അതായത് നമ്മുടെ കപ്ലങ്ങയുടെ അകത്തുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലഷി പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു എന്നുള്ളൂ, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇതിൽ 2 പോർഷൻസ് ആണുള്ളത്. ഒരു സാർക്കോ കാർപ്പ് എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്, അതേപോലെ എപ്പി കാർപ്പ് എന്ന് പറയുന്ന പോർഷനും ഉണ്ട്. അതായത് ഇതിന്റെ ഈ പപ്പായയുടെ ഉള്ളിലുള്ള ആ ഓറഞ്ച് കളറിലുള്ള ഫ്ലഷി ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന കപ്ലങ്ങ പഴം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സാർക്കോ കാർപ്പും, അതിന്റെ ആ ഒരു ഔട്ടർ കവറിങ് അതിലോട്ട് ചേർന്നിരിക്കുന്ന നമ്മൾ ചെത്തിക്കളയുന്ന ആ തൊലി, ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പി കാർപ്പ് എന്ന് പറയുന്നത്. അപ്പം മറ്റേ പപ്പായ കൺസിസ്റ്റ് ഓഫ് ഒരു സാർക്കോ കാർപ്പ് ഉണ്ട്, പിന്നെ ഒരു എപ്പി കാർപ്പ് ഉണ്ട്, പിന്നെ നോക്ക് ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആ കപ്പളങ്ങയുടെ പഴം മുറിച്ച് കഴിഞ്ഞാൽ അറിയാം, അതിന്റെ ആ പഴത്തിന്റെ അകത്തൊരു കുഴി പോലെയുണ്ട്, അതിന്റെ ഉള്ളിലാണ് അതിന്റെ കുരു ഉള്ളത്. അപ്പം ആ ക്യാവിറ്റിയുടെ അകത്ത് എന്തുണ്ട്, ബ്ലാക്ക് സീഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മോർഫോളജിക്കൽ സ്ട്രക്ചർ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തെന്നുള്ളൂ ഒരു പപ്പായനെ സംബന്ധിച്ച്. കാരണം നമ്മൾ ആ പപ്പായയുടെ ഫ്രൂട്ടിൽ നിന്നാണ് നമുക്ക് ലാറ്റക്സ് വരുന്നത്, അതുകൊണ്ടാണ് ഫ്രൂട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. ഒന്നുമില്ല, ഒരു സാർക്കോ കാർപ്പ്, അതാണ് നമ്മൾ കഴിക്കുന്ന, നമ്മുടെ കപ്പളങ്ങയായിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിന്റെ കവർ ചെയ്തിട്ട് ഒരു എപ്പി കാർപ്പ്, അതിനകത്തൊരു സെൻട്രൽ ക്യാവിറ്റി, അതിന് കുറെ ബ്ലാക്ക് സീഡ്സ്, നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി നെക്സ്റ്റ് ഇതിന്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നമ്മൾ ഈ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈമിനെ ഈ പപ്പായയിൽ നിന്നും എടുക്കുന്നതെന്നുള്ളതാണ്. അപ്പം ശരിക്കും ഇതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്, നമ്മൾ ആ പപ്പായയുടെ ഫ്രൂട്ട് എടുക്കുമ്പോഴത്തേക്ക് പപ്പായയുടെ ഫ്രൂട്ട് എടുക്കുമ്പോൾ ആ ഒരു ഫ്രൂട്ടിന്റെ അതിൽ നിന്ന് വരുന്ന ലാറ്റക്സ് ആണ് നമ്മൾ ഈ ഒരു എൻസൈമിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി പ്ലാന്റ്. അതായത് നമ്മുടെ പപ്പായയുടെ ഫ്രൂട്ട് ആവട്ടെ, ലീഫ് ആവട്ടെ, സ്റ്റെം, റൂട്ട്, കംപ്ലീറ്റ് ആ പപ്പായ പ്ലാന്റിൽ മൊത്തം എന്തുണ്ട്, പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആക്ച്വലി ആ എൻസൈം ആ ഫുൾ പോർഷനിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്നത് അതിന്റെ ലാറ്റക്സ് ആണ്. നമ്മൾ ബയോളജിക്കൽ സോഴ്സ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താ പറഞ്ഞ, പപ്പായ ഫ്രൂട്ടിന്റെ ഡ്രൈഡ് ആൻഡ് പ്യൂരിഫൈഡ് ലാറ്റക്സ്. ദിസ് ഇസ് ബിക്കോസ് ദിസ് ഈസ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ്. അതായത് പപ്പായ പ്ലാന്റിന്റെ ഫുള്ളും നമ്മുടെ പപ്പൈൻ എൻസൈം ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നത് ഏതാണ്, ലാറ്റക്സിലാണ്. ആ ഫ്രൂട്ടിൽ നിന്ന് വരുന്ന ലാറ്റക്സിലാണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എടുത്തപ്പോൾ റൂട്ട് എടുത്താലും സ്റ്റെം എടുത്താലും ലീഫ് എടുത്താലും ഈ ഒരൊറ്റ ലാറ്റക്സിൽ നിന്ന് കിട്ടുന്ന അത്രയും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്, ലാറ്റക്സ് ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി പപ്പൈൻ എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രസന്റ് ആണ്, ബട്ട് മോസ്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് ലാറ്റക്സിലാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ആ ലാറ്റക്സിനെ എടുക്കുന്നത്? നോർമലി നമ്മളിപ്പോ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പൈനൊന്നും എടുക്കുന്നില്ല, ഐസൊലേഷൻ ഒന്നും നടത്തുന്നില്ല. നോർമലി നമ്മൾ കപ്ലങ്ങ പറിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു എക്സുഡേഷൻ വരും നാച്ചുറൽ ആയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് പപ്പൈൻ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സുഡേഷൻസിന്റെ അളവ് കൂട്ടണം. കൂടുതൽ എക്സുഡേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ പപ്പൈൻസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഷൻസ് ഉണ്ടാക്കണം. ഈ കപ്ലങ്ങ പഴത്തിന്റെ അത് പഴുത്ത് വരുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഇൻസിഷൻസ് വെട്ടണം. നമ്മൾ റബ്ബർ പാലൊക്കെ എടുക്കുന്ന പോലെ, റബ്ബർ മരത്തിൽ വെട്ടുന്ന പോലെ അങ്ങനെ വെട്ടണം. ആ വെട്ടുമ്പം അതിൽ കൂടെയൊക്കെ എന്ത് ചെയ്യും, ആ ഇൻസിഷൻസിലൂടെയൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, എക്സുഡേഷൻസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ലാറ്റക്സ് ഒപ്റ്റൈൻ ചെയ്യാനുള്ള പ്രോസസ്സ് ആണ്. ലാറ്റക്സിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസിഷൻസ് ഉണ്ട്. അപ്പൊ ബൈ മേക്കിംഗ് 2 to 4 ഒരു ഇതിനകത്ത് ഫ്രൂട്ടിൽ 2 to 4 ഇൻസിഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ട്രീയിൽ ഇരിക്കാതെ തന്നെ, അത് മെച്ചോർഡ് ഒരു ഗ്രീൻ ഫ്രൂട്ട് ആയിട്ട് ഇരിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻസിഷൻസ് മെയ്ഡ് ചെയ്യും. പിന്നെ ഇതിലൊരു ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ അറ്റ് ഇന്റർവെൽ 3 to 7 days, അതായത് ഒരു 3 ദിവസം കൂടുമ്പോൾ 3-4 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുത്തോണ്ടേയിരിക്കണം. അപ്പം ഇത് ഏർലി മോർണിംഗിലാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് എക്സുറേറ്റ്സിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നത്. അപ്പം ഏർലി മോർണിംഗിൽ വേണം നമ്മൾ ഈ ഇൻസിഷൻസ് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഇൻസിഷൻസ് മേഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിൽ നിന്ന് എക്സുറേറ്റ് വരാൻ തുടങ്ങും.
പിന്നെ നമ്മളൊരു 3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇൻസിഷൻസ് കൊടുക്കുമ്പോൾ പിന്നെയും എക്സുഡേറ്റ്സ് വരും. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സുഡേറ്റ്സ് കിട്ടുമ്പോൾ അത്രയും നമുക്ക് പപ്പൈൻ്റെ ഐസൊലേഷനും കൂടുതൽ കിട്ടും. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട, ലാറ്റക്സ് ഫ്ലോസ് ഫ്രീലി ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ബട്ട് സൂൺ കൊയാഗുലേറ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ പപ്പായ ഫ്രൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്ന, നമുക്കിങ്ങനെ ഫ്ലോ ചെയ്യുന്ന കാണാം, പെട്ടെന്ന് ഇതിങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യും. അത് പെട്ടെന്ന് അത് സോളിഡ് ആയി പോകും. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ അത് പെട്ടെന്നാണ് അത് കളക്ട് ചെയ്യുന്നത്. ഫ്രീലി ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് കളക്ട് ചെയ്യാൻ എളുപ്പം. കളക്ട് ചെയ്ത് നമ്മൾ ആ എക്സുഡേറ്റ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. അപ്പം നമ്മൾ എല്ലാ പ്രോസസ്സും നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുമ്പോഴേ ഓൾറെഡി ഒരു സോളിഡ് ടൈപ്പ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം ഇത് കളക്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്കും അതൊരു കൊയാഗുലേഷൻ ആയി അതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. ആ വെള്ളം പോലത്തെ അതിന്റെ ആ നേച്ചർ പോയിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് നമ്മൾ അതിനെ ആ എക്സുഡേഷനെ ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. ആൻഡ് നെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയത് വെള്ളമല്ല, ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യണം. അപ്പൊ ഡ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, ഒന്നാമത്തെ കാര്യം റാപ്പിഡ് ഡ്രൈ. അത് ഈ ഒരു പപ്പായന്റെ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു പപ്പായയുടെ ലാറ്റക്സിന്റെ കേസിൽ അലൗഡ് അല്ല. അതായത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. അത് ഇതിന്റെ കേസിൽ പോസിബിൾ അല്ല. പിന്നെ രണ്ടാമത് എക്സ്പോഷർ ടു സണ്ണ്. നമ്മൾ പല ഡ്രഗിന്റെ ഐസൊലേഷൻ മെത്തേഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ട്രേസിൽ അതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ അതിനെ ഡ്രൈ ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ഇവിടെ ഈ ലാറ്റക്സിന് പറ്റത്തില്ല. ഇനി അടുത്തത് ഹയർ ടെമ്പറേച്ചർ എബൌട്ട് 38 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഒരു നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ല. പക്ഷെ ആ 38 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഹീറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈയിങ്ങും എന്തിന്റെ കേസിൽ പോസിബിൾ അല്ല, ഈ ലാറ്റക്സിന്റെ കേസിൽ പോസിബിൾ അല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഹീറ്റിങ്ങിന്റെ ഒക്കെ ഇത് കൂടിക്കഴിഞ്ഞാൽ ഡാർക്ക് പ്രൊഡക്റ്റിന്റെ കളറ് മാറും. കരിയില്ല എങ്കിലും ടെമ്പറേച്ചർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കളറ് മാറും. ഇതെപ്പോഴും ഇതിൽ പറയുന്നുണ്ട്, ഫൈനൽ പ്രോഡക്റ്റ് ഷുഡ് ബി ക്രീമി വൈറ്റ്. നമുക്കൊരു വൈറ്റ് ഒരു ഡിസ്ചാർജ് ആയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് ഒരു എക്സുഡേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കളർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ കളറൊക്കെ വേരിയേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടെക്നിക്സ് ഒന്നും അലൗഡ് അല്ല. അത് മാത്രമല്ല, വീക്ക് ഇൻ പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി, ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. അതായത് നമ്മുടെ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. അപ്പം നമ്മൾ ആ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെ അതിന്റെ ഒരു പ്രോട്ടീൻ മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോട്ടീൻ ലൈസിസ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റിനെ അതിന്റെ എഫക്റ്റിനെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി നമ്മളൊരു പ്രോഡക്റ്റിനെ ഡ്രൈ ചെയ്യുന്ന പോലെ റാപ്പിഡ് ഡ്രൈയിങ് പപ്പൈൻ ലാറ്റക്സിന്റെ കേസിൽ അലൗഡ് അല്ല. അതേപോലെ തന്നെ എക്സ്പോഷർ ടു സൺ അലൗഡ് അല്ല. ഹയർ ടെമ്പറേച്ചർ എബോവ് 38 ഡിഗ്രി സെൽഷ്യസും അലൗഡ് അല്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ കളർ ഡാർക്കൻ ചെയ്യാനും പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി വീക്കൻ ചെയ്യാനും സാധ്യത ഉള്ളത് കൊണ്ട് അത് അലൗഡ് അല്ല. പിന്നെ എന്താണ് അലൗഡ്? ആർട്ടിഫിഷ്യൽ ഹീറ്റ്. നമുക്ക് വെരി സ്ലോ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രേഡിലുള്ള ആ ഒരു കൊമേഴ്ഷ്യൽ ഗ്രേഡിലുള്ള പപ്പയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്രീമി വൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീയബിൾ ടൈപ്പ് നേച്ചറിൽ വരുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ പപ്പൈൻ എന്ന് പറയുന്നത്. ആൻഡ് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വേണം നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കാൻ. കാരണം എപ്പോഴും ഈ പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി ഉള്ള ഈ ഒരു എൻസൈം ആകുമ്പോൾ ആ എൻസൈമിന്റെ ആ ഒരു ആക്ടിവിറ്റി, അതിന്റെ ആ ഒരു എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം ഹീറ്റ്, ഈ പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഡ്രൈയിങ് കാര്യത്തിൽ ശ്രദ്ധിക്കുക. രണ്ട്, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഇത് സൂക്ഷിക്കാൻ നോക്കുക. ആൻഡ് മൂന്നാമത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതില് ഈ ഡ്രൈയിങ്ങിന് തൊട്ട് മുന്നേ, ബിഫോർ ഡ്രൈയിങ്, നമ്മൾ ഡ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നമുക്ക് കോമൺ സോൾട്ട് 10% ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ 1% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി ഓൺ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാലം വരെ അത് റീറ്റെയിൻ ചെയ്തോളും. അല്ലെങ്കിൽ അത് വീക്ക് ആവാൻ, അതിന്റെ അളവ് കുറയാനൊക്കെ, അതിന്റെ ആ ഒരു എഫക്റ്റ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഈ ഒരു പേജിലുള്ള
മൊത്തം പ്രിക്വേഷൻസ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളൊരു പപ്പൈൻ എൻസൈം ഡൈജഷന് സഹായിക്കുന്ന പപ്പൈൻ എൻസൈം ഐസൊലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിന് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിക്വേഷൻസ് ആണ്. ഇന്ന രീതിയിലുള്ള ഡ്രൈയിങ് ഒന്നും പാടില്ല, ഇത്ര എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം, ക്രീമി വൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതിൽ നമ്മൾ അവസാനം ആ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു കെമിക്കലിന്റെ പേരും ജസ്റ്റ് അതിന്റെ അളവും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു ഫ്രൂട്ട്, ഫുള്ളി ഗ്രോൺ ഫ്രൂട്ട് ഗീവ് മോർ ലേറ്റക്സ് ഓഫ് ഹൈ എൻസൈം പൊട്ടൻസി ദാൻ സ്മോളർ ഓർ ഇമ്മച്ചുവർ ഫ്രൂട്ട്. അതായത് ഈ ഫ്രൂട്ട് പപ്പായ ആദ്യം ഉണ്ടായി ലൈറ്റ് ഗ്രീനായി, അതൊരു ഡാർക്ക് ഗ്രീനായി, പിന്നെ അതൊരു യെല്ലോ ആയി, പിന്നെ അത് ഓറഞ്ചാണ്. അപ്പോഴാണ് കംപ്ലീറ്റ്ലി അത് മെച്ചുവേർഡ് ആണ്. അപ്പം നമ്മൾ ആ ഒരു ഗ്രീൻ ഫ്രൂട്ട് തന്നെ മെച്ചുവേർഡ് ആണ്. അപ്പം നമ്മൾ ഇൻസിഷൻസ് കൊടുത്ത്, നമ്മൾ എത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ടിൽ നിന്നാണോ ഈ ഇൻസിഷൻസ് കൊടുത്ത് എക്സുഡേറ്റ്സ് എടുക്കുന്നത്, അത്രയും അതിൻ്റെ അളവ് കൂടും. ലാറ്റക്സിന്റെ നമുക്ക് കിട്ടുന്ന ആ എക്സുഡേഷന്റെ അളവ് കൂടുതൽ നമുക്ക് കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ നമ്മൾ എടുക്കണം. ഗിവ് മോർ ലാറ്റക്സ് ഓഫ് ഹൈ എൻസൈം പൊട്ടൻസി. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാറ്റക്സിന്റെ അളവ് കൂടുതലായിരിക്കുകയും ചെയ്യും. പിന്നെ ആ മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട് പിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ലാറ്റക്സിൽ നിന്ന് കിട്ടുന്ന എൻസൈമിന്റെ പൊട്ടൻസിയും കൂടുതലായിരിക്കും. ഒരു ചെറിയ ഫ്രൂട്ടോ ഇമ്മച്ചുവർ ഫ്രൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടൻസി വൈസ് ആണെങ്കിലും മറ്റേ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മെച്ചുവേർഡ് ആയിട്ടുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് പറയുന്നത് ഈൽഡ് ഓഫ് പെപ്പൈൻ, ഒരു ട്രീയിൽ നിന്ന് 20 to 250 gram ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി ഈ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഈ ഒരു എക്സുഡേറ്റിൽ ഈ ഒരു പപ്പൈൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് എൻസൈംസ് ആണ്. ഒരുപാട് എൻസൈംസിന്റെ ഒരു മിക്സ്ചർ ആണ് നമുക്ക് എക്സുഡേറ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് കെമിക്കൽ കോൺസ്റ്റൻസിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് എന്തായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്, പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ആയിരിക്കും. സോറി, പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള എൻസൈം ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എൻസൈംസ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം അതിൽ വരുന്നതാണ് ഫസ്റ്റ് പെപ്റ്റിഡേസ് 1 എന്ന് പറയുന്ന എൻസൈം. പെപ്റ്റിഡേസ് 1 എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻസിനെ ഡൈപെപ്റ്റൈഡ്സ് ആയിട്ടും അതേപോലെ തന്നെ പോളിപെപ്റ്റൈഡ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മെറ്റബോളിസ് ചെയ്ത് വേറെ കോമ്പൗണ്ട്സ് ആക്കുന്നു. പെപ്റ്റൈഡ്സും പോളിപെപ്റ്റൈഡ്സും ഡൈപെപ്റ്റൈഡ്സും ആക്കുന്ന ഈ പെപ്റ്റിഡേസ് 1 ആണ് ഇതിലെ മേജർ എൻസൈം. ഇനി രണ്ടാമത്തെ എൻസൈം നോക്കുക, റെനിൻ ലൈക്ക് എൻസൈം. റെനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ റാസ് സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം അത്തരം ഫംഗ്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു റെനിൻ ലൈക്ക് എൻസൈം ആണ്. പിന്നെ ഇതൊരു ക്ലോട്ടിങ് എൻസൈം ആണ്, സിമിലർ ടു പെക്ടേസ്. പെക്ടേസിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ക്ലോട്ടിങ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതിന് ക്ലോട്ടിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ എക്സുഡേറ്റ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ പപ്പൈൻ അതിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അത് കൊയാഗുലേറ്റ് ചെയ്ത് അത് കട്ട പിടിച്ച് പോകുന്നതിന്റെ മെയിൻ കാരണം. സോ ഇതൊരു ക്ലോട്ടിങ് എൻസൈം ആണ്. പിന്നെ ഇതിൽ ഫാറ്റ്സിന് ആക്ടിവിറ്റി ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ പപ്പൈൻ, ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഡയാസ്റ്റേസ് എൻസൈമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താ, ഡയാസ്റ്റേസ് എൻസൈം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ഡൈജഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡൈജസ്റ്റന്റ് ആണ്. പക്ഷെ പപ്പൈൻ എന്ന് പറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമല്ല, ദാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എൻസൈംസ് ആണ്, ദാറ്റ് കണ്ടെയ്ൻ സെവറൽ എൻസൈംസ് ആണ്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, അതായത് നമ്മുടെ പെപ്റ്റിഡേസ് 1. പിന്നെ റെനിൻ ലൈക്ക് ആക്ടിവിറ്റി കാണിക്കുന്ന എൻസൈം ഉണ്ട്, ക്ലോട്ടിംഗ് ആക്ടിവിറ്റി കാണിക്കുന്ന എൻസൈം ഉണ്ട്, ഫാറ്റ്സിൽ ആക്ഷൻ ഉള്ള എൻസൈം ഉണ്ട്. സോ ഇതൊരു എൻസൈം പാക്കേജ് ആണ് നമ്മുടെ ഈ പപ്പൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്ക് ബാക്കി എൻസൈംസ്. ഇപ്പൊ നമ്മൾ പെപ്റ്റിഡേസ് 1 ഉണ്ടെന്ന് പറഞ്ഞു, അത് കൂടാതെ ഇതിനകത്തുള്ള എൻസൈം ആണ് പപ്പൈൻ പപ്പായ പ്രോട്ടീനേസ്
കൈമോപപ്പെയിൻ. സോ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് ടു പപ്പെയിൻ. പപ്പെയിൻ എൻസൈമിൽ തന്നെ ഉള്ളതാണ് ഈ പപ്പായ പ്രോട്ടീനേസും കൈമോപപ്പെയിൻ. പിന്നെ അത് കൂടാതെ നൈട്രജനും ഉണ്ട്, അതേപോലെ തന്നെ സൾഫറും ഉണ്ട്. ആൻഡ് പിന്നെ പപ്പെയിൻ ഈസ് എ പ്രോട്ടീൻ ഓഫ് 212 അമിനോ ആസിഡ്സ് ഹാവിംഗ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് 23,000 ഡാൽട്ടൺസ്. ഇപ്പൊ നമുക്കറിയാം എൻസൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൽഫ് എ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. ആൻഡ് ഈ അമിനോ ആസിഡ്സ് ഈ പപ്പെയിനെ സംബന്ധിച്ച് 212 അമിനോ ആസിഡ്സ് ഉള്ള 23,000 ഡാൽട്ടൺ മോളിക്കുലർ വെയിറ്റ് വരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇനി ഇതിന്റെ ലീവ്സിൽ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ലാറ്റക്സിൽ നിന്ന് വരുന്ന പപ്പയിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞ ലാറ്റക്സിൽ മാത്രമല്ല പപ്പയിനുള്ളത്, അതിന്റെ ലീവ്സിൽ, റൂട്ടിൽ, സ്റ്റെമ്മിലൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട്. അപ്പം ലീവ്സിലുള്ളതാണ് ഡീഹൈഡ്രോ കാർബൺ. ലീവ്സിലുള്ളതാണ് ഡീഹൈഡ്രോ കാർപ്പിൻസും ഫാറ്റി ആസിഡ്സ്, കാർപ്പൈൻ, സ്യൂഡോ കാർപ്പൈൻ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഇത്രയും കോമ്പൗണ്ട്സ് ലീവ്സിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, പപ്പെയിൻ, കൈമോപപ്പെയിൻ, പപ്പെയിൻ പ്രോട്ടീനേസ്, അങ്ങനെ പപ്പെയിൻ എന്ന് പറഞ്ഞ വേർഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എൻസൈംസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പപ്പെയിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ അത് കൂടാതെ നമ്മൾ പറഞ്ഞത് ഏതാ, നൈട്രജനും സൾഫറും. പിന്നെ പപ്പായയുടെ ലീഫ് എടുക്കുവാണെങ്കിൽ അതിലെന്തുണ്ട്, കാർപ്പിൻ എന്ന് പറയുന്നത്, അതായത് കാർപ്പിൻസ്, സ്യൂഡോ കാർപ്പിൻസ്, ഡീഹൈഡ്രോ കാർപ്പിൻസ്, അങ്ങനെ കാർ എന്ന് വരുന്നതെല്ലാം എന്താ, അതും പപ്പെയിനിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു പപ്പെയിന്റെ ഒരു കെമിക്കൽ ടെസ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് കെമിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജെലാറ്റിന്റെ സൊല്യൂഷൻ ആണ്, പിന്നെ സിസ്റ്റീൻ ക്ലോറൽ ഹൈഡ്രേറ്റ് സൊല്യൂഷൻ ഉണ്ട്, പിന്നെ ബ്ലാങ്ക് സൊല്യൂഷൻ വെച്ചിട്ടുള്ളൊരു കമ്പാരിഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ പപ്പേനെ നമ്മൾ ആദ്യം ജെലാറ്റിൻ സൊല്യൂഷനിൽ വെച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്നു. അന്നേരം സിസ്റ്റീൻ ക്ലോറൽ ഹൈഡ്രേറ്റ് സൊല്യൂഷനും കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹീറ്റിങ്ങിന് ശേഷം അതിനെ കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലാങ്ക് സൊല്യൂഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പപ്പേന്റെ കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് പപ്പേന്റെ അഡൾട്രേഷൻ. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പപ്പേന്റെ അഡൾട്രേഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കേണ്ടതാണ്. അതായത് നമുക്കറിയാം പപ്പൈൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പപ്പൈൻ ഒരു ഡൈജസ്റ്റിംഗ് എൻസൈം മാത്രമല്ല, ഒരുപാട് യൂസസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അഡൾട്രേഷനിലുള്ള ടെൻഡൻസിയും കൂടുതലാണ്. ഇത് നോക്കുക, നമ്മുടെ ആരോ റൂട്ട്, സ്റ്റാർച്ച്, പിന്നെ ട്രൈഡ് മിൽക്ക് ഓഫ് കാക്ടസിൽ നിന്നും ഇങ്ങനെ ഒരു എക്സുഡേറ്റ് വരും. അത് പപ്പേന്റെ എക്സുഡേറ്റ് ആന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അഡൾട്രേഷൻ വരും. റൈസ് ഫ്ലോർ, പിന്നെ ഗുട്ട പച്ച എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. പിന്നെ പെപ്സിൻ, നമ്മുടെ നോർമൽ പെപ്സിൻ ഒക്കെ വെച്ചിട്ട് ഇതിന് അഡൾട്രേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതൊക്കെ ഏതിൽ പെട്ടെന്നാണ്, ഈ ഒരു പപ്പേന്റെ അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി പപ്പേന്റെ യൂസസ് പറഞ്ഞാലും തീരില്ല. ഭയങ്കര വൈഡ് ആപ്ലിക്കേഷൻസ്, തെറാപ്യൂട്ടിക്കലി ആവട്ടെ, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കലി ആവട്ടെ, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വൈസ് ആവട്ടെ, ഒക്കെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു എൻസൈമാണ് പപ്പൈൻ എന്ന് പറയുന്നത്. ഇത് നോക്ക്, ഇപ്പൊ തെറാപ്യൂട്ടിക്കലി പറയുവാണെങ്കിൽ കുറേ യൂസസ് ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാം കൂടി പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, എന്നാലും അറിഞ്ഞിരിക്കാം. ഓക്കെ, പപ്പൈൻ ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് അഡ്ഹഷൻസ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബാൻഡ് പോലെ ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഇങ്ങനെ നാര് പോലെ വരുന്ന അത്തരം ബോഡി കണ്ടീഷൻസിൽ വൂൺസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമുക്ക് ലിറ്ററലി അറിയാവുന്ന കാര്യം, ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റന്റ് ആണ്. പിന്നെ അനത്തിമെറ്റിക്, നെമറ്റോഡായിട്ട്, വോംസിന് അഗെയിൻസ്റ്റ് ആയിട്ട്, പിന്നെ എപ്പിയോസ്റ്റോമി സിംറ്റംസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിന്റെ ആ ഒരു പ്രൊട്രൂഡിങ് കുറച്ചും കൂടി എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ. ഈ എപ്പിസിയോട്ടോമിയുടെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു പേഷ്യന്റിനുണ്ടാവും. അപ്പൊ അത്തരം സിംറ്റംസിൽ നിന്ന് റിലീഫിന് വേണ്ടിയിട്ട് പപ്പായ നല്ലതാണ്. പിന്നെ ഇത് കുറച്ചൊരു ഫൺ ഫാക്റ്റ് ആണ് കേട്ടോ. മീറ്റ് ഇൻഡസ്ട്രീസിൽ ഫോർ ടെൻഡറൈസിങ് ബീഫ്, നമ്മൾ ഈ ചില ബ്രോസ്റ്റഡ് ചിക്കനും ബീഫൊക്കെ കഴിക്കുമ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചിട്ട് പറയല്ലോ, വെരി ജ്യൂസി, ഭയങ്കര, നമ്മൾ ഷവർമയൊക്കെ മേടിക്കുമ്പോൾ പറയുമ്പോൾ സോഫ്റ്റ് ചിക്കനാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ബീഫാണ്. ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡർനെസ് കൊടുക്കുന്നത് ഈ പപ്പായാണ്. ശരിക്കും മീറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പപ്പായയുടെ ജ്യൂസുമായിട്ട് ഇത് ചെയ്ത് പപ്പായ അടിച്ച് ഇത് എത്രയോ അവർ ഈ ഒരു ബീഫുമായിട്ട് കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബീഫ് ഭയങ്കര സോഫ്റ്റ് ആവുന്ന പറയും, ഭയങ്കര ടെൻഡർനെസ്. അപ്പം മീറ്റ് ഇൻഡസ്ട്രീസിൽ വളരെ ഇതായിട്ട് ടെൻഡറൈസിങ് പ്രോപ്പർട്ടിയിൽ പപ്പായ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്, പപ്പായയുടെ ഉള്ളിൽ പപ്പൈൻ എൻസൈം
എൻസൈമാണ്. ആ എൻസൈം ഉള്ളതുകൊണ്ടാണ് ആ ബീഫ് ടെൻഡറൈസിങ് പ്രോപ്പർട്ടി അവിടെ നടക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇതൊരു പ്രോട്ടീൻ ഡൈജസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പോയിന്റ് കണക്റ്റഡ് ആണ്. ഡിസ്പെപ്സിയ, ഇൻഡസ്റ്റിനൽ ആൻഡ് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് നമുക്കറിയാവുന്ന കാര്യം. പിന്നെ ഉള്ളതൊരു ഡിഫ്തീരിയക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ യൂസസ്. അപ്പം ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള യൂസസ്. നിങ്ങൾ ഫസ്റ്റ് ഓർക്കേണ്ടത് പപ്പായ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റന്റ് ആയതുകൊണ്ട് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇതിനകത്ത് അറിയാവുന്ന കാര്യം. പിന്നെ സ്കിൻ ബേസ് പറയുകയാണെങ്കിൽ വൂണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം പിന്നെ ബീഫ് ടെൻഡറൈസിങ് ഇൻഡസ്ട്രീസിലെ എപ്പിസിയോട്ടോമിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പപ്പായ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്കറിയാവുന്ന കാര്യം, ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റന്റ് ആകുമ്പം ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് മിക്സ്ചേഴ്സിൽ, ലിവർ ടോണിക്സിൽ ഒക്കെ നമ്മൾ എന്തുണ്ട്, നമ്മുടെ പപ്പൈൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക്, ബേൺസ്, അഡ്ഹഷൻസ്, ഇൻഫെക്ഷൻസ് പോലുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഈ പപ്പായ ഇങ്ങനെ അരച്ചിങ്ങനെ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്കിന്നിനും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ പപ്പായ. പിന്നെ പപ്പായന്റെ ഒരു ഇതും കൂടി പറയാം, ഇതൊരു അലർജിക് ഏജന്റ് ആണ് കേട്ടോ. പപ്പായ യൂസ് ചെയ്യുന്ന വഴി അലർജി കോസ് ചെയ്തതായിട്ടും റിപ്പോർട്ട്സ് ഉണ്ട്. അങ്ങനെ കോസ് ചെയ്യുന്നതാണ് കഫ്, റൈനൈറ്റിസ്, അങ്ങനെ അലർജി ആയിട്ട് നമുക്ക്. അപ്പം ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഏത് സാധനം കഴിച്ചാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പപ്പായക്ക് ഇപ്പൊ ഇത്രയും വാസ്റ്റ് ആൻഡ് വൈഡ് യൂസസ് ഉണ്ടെങ്കിൽ ഇതൊരു അലർജിക് ഏജന്റ് ആണ്. സിവിയർ ആയിട്ടുള്ള കഫ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പവർഫുൾ പോയിസൺ ആണ്. ഇപ്പം ഇതും ഒരു സൈഡ് എഫക്റ്റ് ആണ്, ഇതൊരു സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ ഇൻട്രാവെനസ്ലി IV ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എഫക്റ്റ് കിട്ടുമല്ലേ. അപ്പൊ അത്രയും ഓവർഡോസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിസൺ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, മാനുഫാക്ചറിങ് ഓഫ് പ്രോട്ടിയോലിറ്റിക് പ്രിപ്പറേഷൻസ് ഓഫ് മീറ്റ്, ലിവർ ആൻഡ് കസിൻ വിത്ത് ഡൈലൂട്ട് ആൽക്കഹോൾ ആൻഡ് ലാക്ടിക് ആസിഡ് മീറ്റ് ടെൻഡറൈസർ. അതായത് പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള മീറ്റിന്റെ പ്രിപ്പറേഷൻസിന്, മീറ്റ് ടെൻഡറൈസറിന്, പിന്നെ ബ്രീവിംഗ് ഇൻഡസ്ട്രീസ്, ചീസ് മാനുഫാക്ചറിങ്, ഇതിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? പപ്പൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് പപ്പൈനുള്ളത്. ഫോർ ഡീഗമ്മി നാച്ചുറൽ മിൽക്ക്, ടൂത്ത് പേസ്റ്റ് ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻ, പിന്നെ ടാനിങ് ഇൻഡസ്ട്രി, ക്ലെൻസിങ് സൊല്യൂഷൻസിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? പപ്പൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പപ്പൈൻ്റെ യൂസസ് ഇവിടെ എങ്ങും നിൽക്കുന്നില്ല, കുറേ യൂസസ് ഉണ്ട്. അപ്പം ഈ യൂസസ് എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് നോട്ട്, ഇത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും യൂസസ് ഉൾപ്പെടെ എല്ലാം കൂടി ഒന്നും കൂടി പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം പപ്പൈനാണ് നമ്മുടെ രണ്ടാമത്തെ എൻസൈം. നമ്മൾ എന്താ പപ്പൈനെ പറ്റി പറഞ്ഞ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ്. അതായത് ഈ പപ്പൈൻ ഒരു വെജിറ്റബിൾ പെപ്സിൻ ആണ് എന്ന് പറയുന്നത്. അതായത് പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. അങ്ങനെ അതേ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു വെജിറ്റബിൾ സോഴ്സിലെ ഒരു എൻസൈമാണ് പപ്പൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് എ വെജിറ്റബിൾ പെപ്സിൻ. ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ എന്തറിയണം? ഇതൊരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. ഇതിന്റെ യൂസിലേക്ക് കടക്കുമ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. പെപ്സിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. അപ്പൊ നമുക്കൊരു പ്രോട്ടീൻ ഡൈജസ്റ്റന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻസുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന മീറ്റ്, ചിക്കൻ, മിൽക്ക്, ചീസ്, ഗീ, ഇതൊക്കെ പ്രോട്ടീൻ ആണ്. അപ്പം അതിൻ്റെയൊക്കെ ഈ ചീസ് ഇൻഡസ്ട്രിയിൽ, മിൽക്ക് ഇൻഡസ്ട്രീസിൽ, പിന്നെ മീറ്റിൻ്റെ ബീഫിലെ ഇൻഡസ്ട്രീസിൽ, അതിൻ്റെ പല ടൈപ്പ് ഓഫ് അത് വെച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഫുഡ് ഇൻഡസ്ട്രീസിൽ, സിന്തസിസിൽ, പിന്നെ അതേപോലെ തന്നെ മീറ്റ് ടെൻഡറൈസിങ്ങിൽ, ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു പപ്പൈൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പപ്പായയാണ് യൂസ് ചെയ്യുന്നത്. പപ്പായയുടെ ഉള്ളിൽ പപ്പൈൻ ഉള്ളതുകൊണ്ടാണ് അതിനിങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെപ്സിൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്ക് പ്രോട്ടീൻസ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ് ഇൻഡസ്ട്രീസിലും പപ്പൈൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു പെപ്സിൻ ആണ്. അതായത് ഇതൊരു പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള എൻസൈം ആണ്. സോ നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ്, ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ തെറാപ്യൂട്ടിക്സിലേക്ക് വരുമ്പോൾ എന്താണ്? പപ്പൈൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പപ്പൈൻ ഒരു ലിവർ ടോണിക് ആണ്. അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രൈറ്റിസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ ഫാർമസ്യൂട്ടിക്കലി പപ്പൈൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പപ്പൈൻ്റെ ആ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കുറെ യൂസസ്. ഇത്രയും കാര്യങ്ങൾ ഈ വെജിറ്റബിൾ പെപ്സിൻ എന്ന് പറയുന്ന ഒറ്റ വേർഡിൽ തന്നെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ,
ഇനി ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് അതും ഞാൻ പറഞ്ഞു, നമ്മൾ ഓർത്താൽ മതി. ആ കപ്ലങ്ങ മരവും അതിൽ നിന്ന് എക്സുഡേറ്റ് വരുന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നമുക്കിത് തെറ്റിപ്പോവില്ല. അപ്പം പപ്പൈൻ എന്ന് പറയുന്നത് പപ്പായ പ്ലാന്റ് ആണ്. പപ്പായ പ്ലാന്റിന്റെ ഫാമിലി നെയിമാണ് കാഡിക്കേസിയെ. ആൻഡ് ഇതിന്റെ പ്ലാന്റിന്റെ ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണെങ്കിലും നമ്മൾ ഇൻസിഷൻസ് കൊടുത്ത് ലാറ്റക്സ് ആണ്, ആ ഒരു എക്സുഡേറ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്, നമ്മുടെ പപ്പൈൻ എന്ന് പറയുന്ന ആ ഒരു എൻസൈം എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഒരു മോർഫോളജിക്കൽ എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ ഒരു സാർക്കോ കാർപ്പ് അകത്ത് പുറത്തൊരു എപ്പി കാർപ്പ്, സാർക്കോ കാർപ്പിന്റെ ഭാഗത്താണ് ഫ്ലഷി ആയിട്ടുള്ള മാറ്റർ ഉള്ളത്. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു സെൻട്രൽ ക്യാവിറ്റി, അതിൽ കുറെ സീഡ്സ് പ്രസന്റ് ആണ്. ഓക്കെ, ഇതാണ് പപ്പൈന്റെ ബയോളജിക്കൽ സോഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, അതിന്റെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്താണ്, അതും ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ടഫ്, എന്താ പറയുക, കാര്യമായിട്ട് പഠിക്കാൻ ഇതിനകത്ത് ഒന്നുമില്ല. നമ്മൾ ഇൻസിഷൻസ് കൊടുത്തിട്ട് എക്സുഡേറ്റ്സിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ഏർലി മോർണിംഗിലായതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഇൻസിഷൻസ് കൊടുക്കുന്നത്. ഒരു 3 to 4 ഇന്റർവൽ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഷൻസ് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ആ ഇൻസിഷൻ കൊടുക്കുന്ന അനുസരിച്ച് ലാറ്റക്സ് ഫ്ലോ ചെയ്യും. കൂടുതൽ ഇൻസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ലാറ്റക്സ് കിട്ടും. ആൻഡ് ആ ലാറ്റക്സ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. റെനിൻ ലൈക്ക് പ്രോപ്പർട്ടി, ഈ ഒരു പപ്പയിന് ഒരു ക്ലോട്ടിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഫ്ലോ ചെയ്യുന്ന അപ്പാടെ തന്നെ ഇതൊരു കട്ട പിടിക്കും, ഒരു കൊയാഗുലേഷൻ പ്രോസസ്സിലേക്ക് മാറും. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഡ്രൈ ചെയ്ത കണ്ടീഷനിൽ തന്നെയാണ് നമ്മുടെ ഫൈനൽ എക്സുഡേറ്റ് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്, എങ്കിൽ കൂടി നമ്മൾ ഇതിനകത്ത് ഒരു ഫൈനൽ ഡ്രൈയിങ് ചെയ്യണം. ആൻഡ് ഈ ഫൈനൽ ഡ്രൈയിങ്ങിന് നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ ഫൈനൽ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഹീറ്റ് കൊടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാവുള്ളൂ. എന്തൊക്കെ പാടില്ല, റാപ്പിഡ് ആയിട്ടുള്ള ഡ്രൈയിങ് പാടില്ല, സൺ എക്സ്പോഷർ പാടില്ല, ഹയർ ടെമ്പറേച്ചർ പാടില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന് പ്രോട്ടിയോളിറ്റിക് ആക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്, 2 കളറ് മാറാനും സാധ്യതയുണ്ട്. ഈ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു നേച്ചറും ആ ഒരു ഫ്രീയബിലിറ്റി, അതിന്റെ വൈറ്റിഷ് കളർ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളിത് കൊമേഴ്ഷ്യൽ പപ്പയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഡ്രൈയിങ്ങിന്റെ അവിടെ ശ്രദ്ധിക്കണം. പിന്നെ പ്രോട്ടിയോളിറ്റിക് ആക്ടിവിറ്റിയിൽ ഒരു കോംപ്രമൈസും വരാൻ പാടില്ല. അപ്പൊ അത് അത്രയും നാളും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ 1% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡോ 10% കോമൺ സോൾട്ടോ മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇത് പ്രിക്വേഷൻ സെക്ഷൻ ആണ്. അതായത് നമ്മളൊരു എക്സുഡേറ്റ് പപ്പൈൻ്റെ എടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഫ്രൂട്ട് എടുക്കുമ്പോൾ അത്രയും കൂടുതൽ എക്സുഡേറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും, അത്രയും കൂടുതൽ പപ്പൈൻ കിട്ടും. അപ്പൊ അതും കൂടി ആ ഒരു സെലക്ഷന്റെ കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണം. പിന്നെ കെമിക്കൽ കോൺസ്റ്റൻസ്, പപ്പൈൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈം അല്ല, ഒരുപാട് എൻസൈംസിന്റെ ഒരു മിക്സ്ചർ ആണ്. അതിൽ ഒരു എൻസൈം ആണ് നമ്മുടെ പെപ്റ്റിഡേസ് 1 എന്ന് പറയുന്ന പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള എൻസൈം. അപ്പൊ പെപ്റ്റിഡേസ് 1 എന്താണ് ചെയ്യുന്നത്, ഈ പെപ്റ്റൈഡ്സിനെയൊക്കെ, ഈ പ്രോട്ടീൻസിനെയൊക്കെ ഡൈപെപ്റ്റൈഡുകളായിട്ടും പോളിപെപ്റ്റൈഡുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ പെപ്റ്റിഡേസ് 1 എന്ന് പറയുന്നത് അതിൽ ഒരു എൻസൈം ആണ്. പിന്നെ ക്ലോട്ടിംഗ് എൻസൈം ഉണ്ട്, റെനിൻ ലൈക്ക് എൻസൈം ഉണ്ട്, പിന്നെ ഫാറ്റ്സിൽ ഇതിന് സെപ്പറേറ്റ് ആക്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ എൻസൈംസിന്റെ മിക്സ്ചർ ആണ്. അത് കൂടാതെ പപ്പൈൻ പ്രോട്ടീനേസ്, കൈമോപപ്പൈൻ, അങ്ങനെ പപ്പൈൻ എന്ന് പറഞ്ഞ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറെ നെയിംസും കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നൈട്രജൻ ഉണ്ട്, അതേപോലെ സൾഫർ ഉണ്ട്. പിന്നെ എൻസൈം എന്ന് പറയുന്നത് 212 അമിനോ ആസിഡ്സിന്റെ ഒരു മിക്സ്ചർ ആണ് ഈ ഒരു നമ്മുടെ പപ്പൈൻ എൻസൈം. പിന്നെ അത് കൂടാതെ ഡീഹൈഡ്രോ കാർപ്പിൻസ്, സ്യൂഡോ കാർപ്പൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോമ്പൗണ്ട്സും കൂടി നമ്മുടെ പപ്പൈൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു, ഇതിന്റെ ഫ്രൂട്ട് എടുക്കുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു ലീഫ് പപ്പൈൻ നമ്മുടെ എക്സുഡേറ്റിൽ, നമ്മുടെ ലാറ്റക്സിൽ ഏറ്റവും കൂടുതൽ പപ്പൈൻ തന്നെയാണ്, പപ്പൈൻ കൈമോ പപ്പൈൻ പോലുള്ള എൻസൈംസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ലീഫ് എടുത്തപ്പോഴാണ് ഡീഹൈഡ്രോ കാർപ്പൈൻസ് പോലുള്ള എൻസൈംസ്. ഇതിന്റെ ഫ്രൂട്ട് കപ്ലങ്ങയിൽ നിറച്ചും ആസിഡ്സ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലും കപ്ലങ്ങ കഴിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് അത് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ശരിക്കും അതിൽ ആസിഡ്സ് ആണുള്ളത്. ലോറിക് ആസിഡ് ഉണ്ട്, മിരിസ്റ്റോളിക് ആസിഡ് ഉണ്ട്, പാൽമിറ്റോളിക് ആസിഡ് ഉണ്ട്, അരക്കിഡിക് ആസിഡ്സ് ഉണ്ട്. പിന്നെ കുറെ ഗ്ലൂക്കോസൈഡ്സ്, അതായത് മെലോണേറ്റഡ് ബെൻസൈൽ ഗ്ലൂക്കോസൈഡ്സ്, ഫിനൈൽ ഈതൽ ഗ്ലൂക്കോസൈഡ്സ്, ഹൈഡ്രോക്സി ഫിനൈൽ ഈതൽ ഗ്ലൂക്കോസൈഡ്സ്, അങ്ങനെ കുറെ ആസിഡ്സും ഗ്ലൂക്കോസൈഡ്സിന്റെ മിക്സ്ചർ ആണ് ആ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം അതും കൂടി അതിന്റെ കെമിക്കൽ കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ്, ഏത് പപ്പൈൻ ആണോ, പപ്പൈൻ്റെ ആ ഒരു ഡിറ്റക്ട് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെലാറ്റിൻ സൊല്യൂഷനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സിസ്റ്റീൻ ക്ലോറൽ ഹൈഡ്രേറ്റ് സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലാങ്ക് സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ് വരുന്നത്.
ഇനി ഇതിന്റെ അഡൾട്രേഷൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ പപ്പൈൻ എപ്പോഴും വേറെ പല പ്രോഡക്ട്സും ആയിട്ട് അഡൾട്രേറ്റ് ചെയ്യാം. ഇതിലിപ്പോ നോക്ക്, മിൽക്ക് ഓഫ് കാക്ടസ്, കാക്ടസിന്റെ മിൽക്കുമായിട്ട് ആ ഒരു എക്സിഡേറ്റ് എടുത്തിട്ട് പപ്പൈനാന്ന് പറഞ്ഞിട്ട് അഡൾട്രേഷൻ നടത്താം. ആരോ റൂട്ട്, സ്റ്റാർച്ച്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. റൈസ് ഫ്ലോർ, പെപ്സിൻ, നമ്മുടെ ഒറിജിനൽ പെപ്സിൻ, പിന്നെ കുട്ട പെച്ച, ഇങ്ങനെ എല്ലാമായിട്ട് ഓപ്പൺ ആയിട്ട് അഡൾട്രേഷൻ കൊമേഴ്ഷ്യൽ പെപ്പൈന് സംഭവിക്കാറുണ്ട്. ഇനി അടുത്തത് എന്താണ്, പപ്പൈൻ്റെ യൂസസ്. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ്, അതായത് ചിക്കൻ, മീറ്റ്, മിൽക്ക്, ചീസ്, അങ്ങനെ പ്രോട്ടീൻ ഫുഡ് ഇൻഡസ്ട്രീസിലെല്ലാം പപ്പൈന് ഒരു റോളുണ്ട്. ഒരു ഡൈജസ്റ്റന്റ് ആണ്. പിന്നെ പ്രോട്ടീൻ ഡൈജഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, ഡൈജസ്റ്റീവ് ഇൻഡസ്ട്രിയൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മുടെ പപ്പൈൻ ഒരു മെമ്പറാണ്. പിന്നെ അതുകൂടാതെ മീറ്റ് ടെൻഡറൈസിങ് നേച്ചർ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഇൻഡസ്ട്രീസിൽ, ടാനിങ് ഇൻഡസ്ട്രീസിൽ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് നമുക്ക് ഒരു പുതിയ അറിവായിരിക്കും, അതായത് ഒരു നെമറ്റോഡാണ്. വോംസ് ഡീവോം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ വൂൺസിൽ അഡ്ഹഷൻസ്, എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മുറിവ് ഉണങ്ങാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ നമ്മൾ 2 പോയിന്റ് ഒരു സൈഡ് എഫക്റ്റ് പോലെ പറഞ്ഞായിരുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഐ വി ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പോയിസൺ ആവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇതിന്റെ യൂസ് ഒരു അലർജി പോലെ, ഒരു കഫ് പോലെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പപ്പൈൻ്റെ യൂസസ്. സോ ഇത് ഈ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, കോസ്മെറ്റിക്സ്, പിന്നെ നമ്മുടെ ടാനിങ് ഇൻഡസ്ട്രിയിൽ, ബാത്തിങ് സ്കിന്നിലും, ക്ലെൻസിങ് സൊല്യൂഷൻസിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പപ്പായ ഉപയോഗിക്കുന്നുണ്ട്. പപ്പായയുടെ തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, അതാ കോസ്മെറ്റിക്സ്. പിന്നെ ക്ലെൻസിങ് സൊല്യൂഷനിൽ ലെൻസസിൻ്റെയൊക്കെ ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷനിൽ നമ്മൾ പപ്പായ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാനിങ് ഇൻഡസ്ട്രീസിലൊക്കെ പപ്പായയുടെ യൂസ് ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാത്തിലും പപ്പായയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. 2 ആ സൈഡ് എഫക്റ്റ് ഓർക്കണം. കാരണം ടോക്സിസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഐ വി ഒക്കെ ആയിട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ ടോക്സിസിറ്റിക്കുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അലർജി, കഫ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കൂടി പപ്പായനുണ്ട്. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് എൻസൈം, അതായത് ബ്രൊമേലിൻ. നമ്മൾ ഇത്രയും നേരം പപ്പായയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൈനാപ്പിളിന്റെ കഥയാണ്. ബ്രൊമേലിൻ എന്ന് പറയുന്നത് പൈനാപ്പിളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. ഇതിന് പപ്പായയായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, പപ്പായനെ പോലെ തന്നെ ഒരു വെജിറ്റബിൾ സോഴ്സിലുള്ള ഒരു എൻസൈമാണ് ബ്രൊമേലിൻ. അതേപോലെ തന്നെ പപ്പായനെ പോലെ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഉള്ള, പ്രോട്ടീൻസിന്റെ മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എൻസൈം കൂടിയാണ് നമ്മുടെ ബ്രൊമേലിൻ. അപ്പം ഇത് രണ്ടും പപ്പായയ്ക്കും പൈനാപ്പിളിനും സെയിം ആണ്. സോ പൈനാപ്പിളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബ്രൊമേലിൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും, പൈനാപ്പിൾ ആയിരിക്കും. പൈനാപ്പിളിന്റെ പ്ലാന്റ് നെയിമും പൈനാപ്പിളിന്റെ ഫാമിലിയാണ് ഇതിനകത്ത് വരുന്നത്. നോക്ക്, അനാനസ് കോസ്മോസസ്. അനാനസ് കോസ്മോസസ് എന്നാണ് പൈനാപ്പിൾ പ്ലാന്റിന്റെ ആ ഒരു പ്ലാന്റ് നെയിം, ആ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഈ ഒരു എൻസൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ബ്രൊമേലിയേസിയെ. അപ്പൊ ബ്രൊമേലിയേസിയെ ഫാമിലിയിലെ അനാനസ് കോസ്മോസസ് എന്ന് പറയുന്ന ആ ഒരു പൈനാപ്പിളിന്റെ ഫ്രൂട്ട്, നമ്മൾ പറിച്ച് കഴിക്കുന്ന ആ പൈനാപ്പിൾ ഫ്രൂട്ടിന്റെ ജ്യൂസിലാണ് എന്തുള്ളത്, പ്രോട്ടിയോലിറ്റിക് എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ബ്രൊമേലിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പപ്പായ വെച്ചിട്ടുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞത്. പപ്പായയിൽ ആ ഒരു ഫ്രൂട്ടിന്റെ നമ്മൾ എടുക്കുന്ന ലാറ്റക്സിലാണെങ്കിൽ ഇത് ആ ഫ്രൂട്ട് പൈനാപ്പിൾ ജ്യൂസ് ആക്കിയതിനു ശേഷം ആ ജ്യൂസിലായിരിക്കും എന്തുള്ളത്, ബ്രൊമേലിൻ ഉള്ളത്. സോ ബ്രൊമേലിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്. പപ്പായനെ പോലെ തന്നെ ഒരു മിക്സ്ചർ ഓഫ് എൻസൈം ആണ്, പ്രോട്ടീൻ ഡൈജഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം ആണ്. ആൻഡ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ജ്യൂസ് ഓഫ് ദി പൈനാപ്പിൾ. ആ പൈനാപ്പിളിന്റെ ജ്യൂസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അതിന്റെ പ്ലാന്റ് നെയിം എന്ന് പറയുന്നത് അനാനസ് കോസ്മോസസും ബിലോങ് ടു ദ ഫാമിലി ബ്രൊമേലിയേസിയെ. ഇതാണ് ഇതിന്റെ നമ്മുടെ ബ്രൊമേലിന്റെ ബയോളജിക്കൽ സോഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ബ്രൊമേലിന്റെ എങ്ങനെയാണ് നമ്മൾ പപ്പായ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ പറഞ്ഞ പോലെ ബ്രൊമേലിൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു. ബ്രൊമേലിൻ എന്ന് പറയുന്നത് അതിന്റെ ജ്യൂസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, അതിന്റെ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൽ മാത്രമല്ല സ്റ്റെമ്മിലും ബ്രൊമേലിൻ പ്രസന്റ് ആണ്. ഫ്രൂട്ടിലുള്ള ബ്രൊമേലിനെ ഫ്രൂട്ട് ബ്രൊമേലിനും സ്റ്റെമ്മിലുള്ള ബ്രൊമേലിനെ സ്റ്റെം ബ്രൊമേലിനുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിൽ പൈനാപ്പിളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പൈനാപ്പിൾ ഈസ് എ പെരിനിയൽ പ്ലാന്റ്.
അതായത് അത് ത്രൂ ഔട്ട് ദി ഇയർ എപ്പോൾ വേണമെങ്കിലും അതിന്റെ പ്രോസസ്സ് നടക്കാം. നമ്മൾ ചില പ്ലാന്റ്സ് പറയില്ല അത് ജനുവരി മാസത്തിലാണ്, അല്ലെങ്കിൽ അതിന് വിന്റർ സീസൺ വേണം, അതിന് സമ്മർ സീസൺ ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. ഒരു പെരിനിയൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പൈനാപ്പിൾ എന്ന് പറയുന്നത്. നാച്ചുറൽ പീരീഡ് ഓഫ് ഡോർമൻസി ആണ്, നോർമലി ഉള്ള ഒരു പീരീഡ് ഇതിന് വരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ സക്കേഴ്സ്, സ്ലിപ്സ് ആൻഡ് ക്രൗൺസ്. സക്കർ, സ്ലിപ്പ്, ക്രൗൺ. അതായത് ഇതിന്റെ കൾട്ടിവേഷൻ നടത്തുമ്പോൾ ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ സക്കറായിട്ടും സ്ലിപ്പായിട്ടും ക്രൗൺ ആയിട്ടും. അത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഈ ഒരു പിക്ചറിൽ. ഇത് നോക്കിയേ, ഈ ഒരു പിക്ചർ കണ്ടോ, പൈനാപ്പിളിന്റെ ഈ ഒരു പോർഷൻ, അതായത് നമുക്ക് ആ ഫ്രൂട്ടിന്റെ ഈ മുള്ളൊക്കെയുള്ള ആ ഒരു കവറിങ്, ഈ ഒരു സെക്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഈ പൈനാപ്പിളിന്റെ പോർഷനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പം ഈ പൈനാപ്പിൾ കൾട്ടിവേഷന്റെ ഒരു ഫസ്റ്റ് മെത്തേഡ്, ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ക്രൗൺ എടുക്കും. അതായത് ഈ ഒരു സാധനം എടുത്തിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്യും. ഈ ഫുൾ ഇങ്ങനെയുള്ള ക്രൗണിനെ ഇങ്ങനെ കുറെ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുറിച്ച സെക്ഷൻസ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് നടും. അപ്പൊ അതിൽ നിന്ന് പുതിയ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോ ചെയ്യും. അങ്ങനെ ക്രൗൺ കട്ട് ചെയ്ത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലിപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ. ഇത് ഒരു പൈനാപ്പിൾ, ഈ പൈനാപ്പിളിന്റെ കണ്ടോ സൈഡിന്ന് വേറെ ഉണ്ടാവുന്നത്, ഇവിടെ വേറെ ഉണ്ടാവും, ഇവിടെ വേറെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് വേറെ കൾട്ടിവേറ്റ് ചെയ്യും. അതാണ് സ്ലിപ്സ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പൈനാപ്പിള്, സപ്പോസ് ഇത് പൈനാപ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കും, ഒരു പൈനാപ്പിൾ നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ പോകും. റൂട്ട് ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് പോയിട്ട് അതിൽ നിന്നൊക്കെ വേറെ പൈനാപ്പിൾ തന്നെ വരും. അങ്ങനെ ഈ ഒരു റോയിൽ അങ്ങ് പൈനാപ്പിളിന്റെ ഗ്രോത്ത് നടക്കും. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് സക്കർ. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സക്കർ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ സ്ലിപ്പ് മെത്തേഡ് വഴിയോ അതല്ലെങ്കിൽ ഇത്തരം ക്രൗൺ ടെക്നിക്ക് വഴിയാണ് ഇതിനകത്ത് ഈ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ ഒരു കൾട്ടിവേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൈനാപ്പിൾ ഒരു പെരിനിയൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിന്റെ പ്രത്യേകിച്ച് കൾട്ടിവേഷൻ ഒന്നുമില്ല. പക്ഷെ ഇന്ത്യയിൽ അത് പ്ലാന്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഫ്ലവേഴ്സ് ഫെബ്രുവരി മാർച്ചിലും പിറ്റത്തെ ഒരു ഒക്ടോബർ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ ഇത് പഴുത്ത അത് എടുക്കും, ആ ഫ്രൂട്ട് എടുക്കും. അതായത് ഒരു ഓഗസ്റ്റിൽ നിന്ന് തുടങ്ങിയ പിറ്റത്തെ ഒക്ടോബർ, അതായത് ഏകദേശം ഒരു വർഷം എടുക്കും ഇതിന്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫ്രൂട്ട് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പപ്പായയുടെ പറഞ്ഞ പോലെ മെച്ചോർഡ് ആയിട്ടുള്ള നല്ല പഴുത്ത ഫ്രൂട്ട് തന്നെ വേണം സെലക്ട് ചെയ്യാൻ. അതായത് അൺറൈപ്പൻഡ് ഫ്രൂട്ടിൽ നിന്ന് അത് നമ്മുടെ കരിമ്പച്ച കളറിലായിരിക്കും പൈനാപ്പിൾ. അത് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡാകും. അങ്ങനെ അതൊരു ഡീപ്പ് ഓറഞ്ച്, നല്ല പഴുത്ത ഓറഞ്ച് കളറിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് മെച്യൂരിറ്റി. ഈ കംപ്ലീറ്റ് പപ്പായയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പപ്പായ ഫ്രൂട്ടിന്റെ കംപ്ലീറ്റ് മെച്ചോർഡ് ആകുമ്പോഴാണ് അതിലെ പപ്പയിന്റെ അല്ലെങ്കിൽ ലാറ്റക്സിന്റെ ഒക്കെ അളവ് കൂടുതൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബ്രൊമേലിന്റെ കേസിൽ ഈ ബ്രൊമേലിൻ മെച്ചോർഡായി ആ ഒരു ഡീപ്പ് ഓറഞ്ച് കളറിൽ വരും, ആ ഒരു കളറിൽ ആ ഒരു ഫ്ലേവറിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള ബ്രൊമേലിന്റെ കണ്ടന്റും കൂടുതലായിട്ട് വരുന്നത്. സോ എപ്പോഴും നമ്മൾ ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് പിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും റൈപ്പൻഡ് ആയിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ സെലക്ട് ചെയ്യണം. സോ ഇത് അതിന്റെ പ്രൊപ്പഗേഷന്റെ രണ്ട് പിക്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. ഇനി ഇതിന്റെ എൻസൈം ബ്രൊമേലിൻ ഡസ് നോട്ട് ഡിസപ്പിയർസ് ഫ്രൂട്ട് റൈപ്പൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ എൻസൈം പോവില്ല. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രൂട്ട്സിൽ മാത്രമല്ല നമ്മുടെ ബ്രൊമേലിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പൈനാപ്പിൾ ഫ്രൂട്ടിൽ. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പൈനാപ്പിൾ ഫ്രൂട്ടിന്റെ ജ്യൂസിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിലും പൈനാപ്പിൾ ഫ്രൂട്ടിൽ മാത്രമല്ല എന്തിൽ കൂടിയുണ്ട്, സ്റ്റെമ്മിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റെമ്മിലുള്ള ബ്രൊമേലിനെ നമ്മൾ സ്റ്റെം ബ്രൊമേലിനും ഫ്രൂട്ടിലുള്ള ബ്രൊമേലിനെ നമ്മൾ ഫ്രൂട്ട് ബ്രൊമേലിൻ എന്നുള്ള. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ബ്രൊമേലിൻ ഉണ്ട്, ഒരു ഫ്രൂട്ട് ബ്രൊമേലിനും അതേപോലെ തന്നെ സ്റ്റെം ബ്രൊമേലിനും. പിന്നെ നമ്മൾ ഇത് ഇൻഡസ്ട്രിയൽ ടെക്നിക്കില് നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസിൽ നിന്ന് ബ്രൊമേലിൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന രണ്ട് കെമിക്കൽ ഏജൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത്
അസറ്റോണും രണ്ടാമത്തത് അമോണിയം സൾഫൈഡുമാണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം. ബ്രൊമേലിൻ എന്ന് പറയുന്ന ആ ഒരു എൻസൈമിനെ പൈനാപ്പിളിന്റെ ജ്യൂസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന 2 കെമിക്കൽ റിയേജൻസ് ആണ്. ഒന്ന് അസറ്റോണും 2 അമോണിയം സൾഫൈഡ്. അപ്പം ഇത് ഇതിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി നമ്മൾ ബ്രൊമേലിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ്. ഇപ്പൊ പപ്പായ വെച്ച് എപ്പോഴും പപ്പായയും ബ്രൊമേലിനും കമ്പയർ ചെയ്ത് പഠിക്കാം. അതേപോലെ ഡയാസ്റ്റേസും മാൾട്ടേസും കമ്പയർ ചെയ്ത് പഠിക്കണം. ഇപ്പൊ പപ്പായ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പപ്പായ ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ ഒരു മിക്സ്ചർ ആണ്. ബ്രൊമേലിനും പ്രോട്ടിയോലൈറ്റിക് എൻസൈംസിന്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിന്റെ മിക്സ്ചർ ആണ്. ആൻഡ് പപ്പായയിൽ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ സൾഫറും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ബ്രൊമേലിൽ നൈട്രജൻ ഇല്ല, പക്ഷെ സൾഫർ ഉണ്ട്. അപ്പൊ ഈ 2 പോയിന്റും സിമിലർ ആണ് പപ്പായനെ വെച്ച് നോക്കുമ്പോൾ. അതായത് ബ്രൊമേലില് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രസന്റ് ആണ്, അതേപോലെ സൾഫറും പ്രസന്റ് ആണ്. അപ്പൊ സൾഫർ ഉണ്ട്, പ്രോട്ടീൻ ലൈറ്റിക് എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടിയേസസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി പറയാനുള്ളത് നമ്മുടെ ബ്രൊമേലിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. ഒന്ന് കാൽഷ്യം ഉണ്ട്, പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേറെ ഉണ്ട്, പിന്നെ ആസിഡ് ഫോസ്ഫറ്റേസ് ഉണ്ട്, പ്രോട്ടിയേസ് ഉണ്ട്. അപ്പം ഇതൊക്കെ വേറെ വേറെ എൻസൈംസ് ആണ്. അപ്പൊ പെറോക്സിഡേസ് ഉണ്ട്, പ്രോട്ടിയേസിന്റെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ളത്, പിന്നെ ഫോസ്ഫറ്റേസ് എൻസൈം ഉണ്ട്. അപ്പൊ ഇത് ബ്രൊമേലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പപ്പേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പപ്പായയും പൈനാപ്പിളിലും കോമൺ ആയിട്ടുള്ളതാണ് പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടിയേസസ്, പിന്നെ സൾഫർ ഉണ്ട്. എക്സ്ട്രാ വരുന്നത് പെറോക്സിഡേസ് എൻസൈം ഉണ്ട്, ആസിഡ് ഫോസ്ഫേറ്റേസ് എൻസൈം ഉണ്ട്, പ്രോട്ടിയേസിന്റെ ഇൻഹിബിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ കാൽഷ്യം ഉണ്ട്. ഇനി ഇതിന്റെ യൂസസിലേക്ക്. യൂസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആണ്. ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോട്ട്. ഫൈബ്രിനോലൈറ്റിക് എന്ന് പറയുമ്പോൾ ക്ലോട്ടിനെ ലൈസിസ്, ക്ലോട്ട് അലിയിച്ച് കിടന്ന്, അതായത് ഫ്ലോ കൂട്ടുന്ന ഒരു ഇത് ഇതിന്റെ ഒരു ആന്റി ആക്ടിവിറ്റി ആണ്. അതായത് നമ്മുടെ പപ്പയിൽ നമ്മൾ പറഞ്ഞു ക്ലോട്ടിംഗ് എൻസൈം ലൈക്ക് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എക്സുഡേറ്റ് നമ്മൾ ആ ഫ്രൂട്ടിൽ ഒരു ഇൻസിഷൻ കൊടുത്ത് ആ എക്സുഡേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സെക്കൻഡ്സിൽ തന്നെ അത് കൊയാഗുലേറ്റ് ചെയ്യാൻ കാരണം ആ കൊയാഗുലേഷനെ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ ആ എൻസൈമിന് ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഇവിടെ പൈനാപ്പിളിന്റെ കേസിൽ വരുന്നത്. അതായത് ക്ലോട്ടിംഗ് സമ്മതിക്കില്ല, പ്ലേറ്റ്ലെറ്റിനെ അഗ്രിഗേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന പ്രോസസ്സിനെ അനുവദിക്കില്ല. ക്ലോട്ട് ഫോം ചെയ്യുമ്പോൾ അതിനെ ലൈസിസ് ചെയ്യും. എപ്പോഴും ഒരു ഫ്ലോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആയിരിക്കും ബ്രൊമേലിൻ. അപ്പൊ പപ്പൈനും ബ്രൊമേലിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പൈൻ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ലൈക്ക് നേച്ചർ ആണെങ്കിൽ ബ്രൊമേലിൻ എന്ന് പറയുന്നത് ആന്റി ക്ലോട്ടിംഗ് ലൈക്ക് നേച്ചർ ആണ്. ഇനി അടുത്തത് നോക്ക്, ആന്റിബയോട്ടിക് പൊട്ടൻസിയേഷൻ, ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട്, ഇതൊക്കെ ബ്രൊമേലിന്റെ പോസിബിലിറ്റി ആണ്. പിന്നെ ഇറ്റ് ക്യാൻ മോഡിഫൈ ദ പെർമിയബിലിറ്റി ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ടു ഡിഫറെന്റ് ഡ്രഗ്സ്. ഇതൊരു ഭയങ്കര നല്ല ഗുണമാണ്. അതായത് ഇപ്പം നമ്മൾ എന്ത് ഡ്രഗ് കൊടുത്താലും ആ ഡ്രഗിന് ഈസിലി നമ്മുടെ ബോഡിയിലേക്ക് പെർമിയബിൾ ആവാൻ പറ്റിയാൽ മാത്രമേ അതിന് ആ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ആ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഓർഗൻസ് ചിലപ്പം സെമി പെർമിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ഡ്രഗ്സ് ഭയങ്കര ലാർജ് ആയതുകൊണ്ട് കയറാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ലിപ്പിഡ്സ് സൊലുബിലിറ്റി നേച്ചറിലൊക്കെ വല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടും പെർമിയബിലിറ്റി കുറയുന്നതിന്റെ റിസൾട്ടായിട്ട് എഫക്റ്റ് കുറയാനും സാധ്യതയുണ്ട്. അപ്പം ഇതൊരു ഭയങ്കര നല്ല പോയിന്റ് ആണ്. പല ഡ്രഗ്സിനും അനുസരിച്ച് നമ്മുടെ ഓർഗനെയും ടിഷ്യൂനെയും മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പെർമിയബിൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പല ഡ്രഗ്സിനും അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാകും. സോ ബ്രൊമേലിൻ ക്യാൻ മോഡിഫൈ ദ പെർമിയബിലിറ്റി ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്ത് ബോഡിയുടെ ഹീലിംഗ് പ്രോസസ്സിനെയൊക്കെ ഈസി ആക്കാനും ബ്രൊമേലിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പപ്പൈൻ പോലെ തന്നെ ബ്രൊമേലിനും വേറെ കുറെ യൂസസ് ഉണ്ട്. അതായത് ഇപ്പൊ ഡൈജസ്റ്റീവ് എൻസൈം ആയിട്ടാണ്, അപ്പൊ പ്രോട്ടീൻ ഡൈജഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ മറ്റതിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ്, ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സിലൊക്കെ ട്രീറ്റ് ചെയ്യാം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫാർമ ഇൻഡസ്ട്രീസിലൊക്കെ ബ്രൊമേലിൻ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പൊ പാങ്ക്രിയാറ്റെക്ടമി പോലുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞവർക്ക് അവരുടെ ബോഡിയിൽ ഡൈജസ്റ്റീവ് എൻസൈംസോ ഡൈജഷൻ നടക്കാൻ സഹായിക്കുന്നതൊന്നും ഇല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടൊരു ഡൈജസ്റ്റീവ് എൻസൈം എന്ന നിലയ്ക്ക് നമുക്ക് ബ്രൊമേലിൻ കൊടുക്കാം. പിന്നെ ഈ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്യണം. Prevent or minimize the severity of angina pectoris and tranexamic ischemic attacks as per the researches. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു, അതായത് ഫൈബ്രിനോലൈറ്റിക് എൻസൈംസ്.
നമ്മൾ ഒരു ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ ക്ലോട്ടാണ്. ഈ ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ലൈസിസ് ചെയ്ത് ഫ്ലോ കൂട്ടും. അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിലൊക്കെ ഈ ഹാർട്ട് അറ്റാക്സ്, ആൻജിന പെക്ടോറിസ് അല്ലെങ്കിൽ ഇസ്കമിക് ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നോർമലി ഹാർട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഫ്ലോയിന് എവിടെയോ ഒരു ബ്ലോക്ക് വന്നു, ക്ലോട്ട് പോലെ എന്തെങ്കിലും കെട്ടിക്കിടന്ന ഒരു ബ്ലോക്ക് വന്നു. അപ്പൊ ഈ എവിടെ ക്ലോട്ട് വന്നാലും അതിനെ ലൈസിസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ബ്രൊമേലിൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്സ് വരാനുള്ള സാധ്യതയും കുറവാണ്. വന്നാൽ തന്നെ സിവിയർ ആകാതിരിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇതിലുണ്ട്, ഈ ഒരു ബ്രോമേലിന്റെ കേസിലുണ്ട്. ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂസ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഈ ഫൈബ്രോലൈസിസ് അല്ലെങ്കിൽ ക്ലോട്ടിങ്, ആന്റി ക്ലോട്ടിങ് ഏജന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ത്രോംബോസിസ്, ത്രോംബോഫ്ലെബിറ്റിസ് പോലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു ആന്റി ഹൈപ്പർടെൻസീവ് എഫക്റ്റ് കൂടിയുണ്ട്. ഇറ്റ് മേ ബി യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് എയ്ഡ്സിന്റെ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്ത, അതായത് എയ്ഡ്സിന്റെ ട്രീറ്റ്മെന്റിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പപ്പൈന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മേജറായിട്ടൊന്നും അങ്ങനെ എടുത്തു പറയാനുള്ള സൈഡ് എഫക്ട്സ് ഇല്ല. പക്ഷെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പപ്പൈനെ പോലെ തന്നെ അലർജി വരാനുള്ള സാധ്യതയും ബ്രോമേലിന്റെ കേസിൽ കൂടുതലാണ്. ഓക്കെ, സോ ഒന്നും കൂടി നമ്മുടെ ബ്രൊമേലിൻ ഒന്നും കൂടി പറഞ്ഞു പോവാം. അതായത് ബ്രൊമേലിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്താൽ മതി, സിമിലർ ടു പപ്പൈൻ പോലെ തന്നെ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എൻസൈമാണ് ബ്രൊമേലിൻ. പപ്പൈനെ പോലെ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിന്റെ കൂടെ സൾഫർ കണ്ടന്റും കൂടി ഉള്ള ഒരു എൻസൈമാണ് ബ്രൊമേലിൻ. പപ്പൈനെ പോലെ തന്നെ ഒരു വെജിറ്റബിൾ സോഴ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എൻസൈമാണ് ബ്രൊമേലിൻ. പപ്പൈനെ പോലെ തന്നെ പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള ഡൈജഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ റിലേറ്റഡ് ഇൻഡസ്ട്രീസിൽ എല്ലായിടത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്രൊമേലിൻ. പപ്പൈനെ പോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിലും പാങ്ക്രിയാറ്റക്ടമി പോലുള്ള ഡൈജസ്റ്റീവ് എൻസൈമിന്റെ എസെൻഷ്യാലിറ്റി വരുന്ന കേസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്യൂട്ടിക് യൂസ് ഉള്ള ഒരു ഡ്രഗാണ് ബ്രൊമേലിൻ. പിന്നെ പപ്പൈനെ പോലെ തന്നെ ബ്രൊമേലിലും പോസിബിൾ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്താണ് പപ്പൈൻ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പപ്പൈൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈംസിന്റെ ഒരു മിക്സ്ചർ ആണെങ്കിൽ നമ്മുടെ ബ്രൊമേലിൻ എന്ന് പറയുന്നതും ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈംസിന്റെ മിക്സ്ചർ ആണ്. പിന്നെ ഇതിലൊരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്ലോട്ടിംഗ് ഏജന്റ് ആയിട്ട്, കൊയാഗുലേഷനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ ബ്രൊമേലിൻ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ഉള്ള ടെൻഡൻസി കുറവുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതായത് ഫൈബ്രിൻ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോട്ട് എവിടെയെങ്കിലും ഫോം ചെയ്താൽ അതിനെ അലിയിച്ച് കളയുന്ന ഒരു ടെൻഡൻസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ത്രോംബോസിസ് പോലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിലും അറ്റാക്കുകളും ആൻജിന പെക്ടോറിസ് പോലുള്ളതൊക്കെ വരാനുള്ളതിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സിവിയറിറ്റി റിഡ്യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ബ്രൊമേലിനുള്ളത്. പിന്നെ എക്സ്ട്രാ ബ്രൊമേലിൻ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും ആന്റിബയോട്ടിക് പൊട്ടൻഷിയേഷനും ഇമ്മ്യൂണിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. പിന്നെ ബ്രൊമേലിനേക്കാൾ കൂടുതൽ കോസ്മെറ്റിക് റേഞ്ചിൽ അല്ലെങ്കിൽ ക്ലെൻസിങ് സൊല്യൂഷൻസിന്റെ കേസിൽ ടാനിങ് ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഏതിനാണ്? പപ്പൈനാണ്. പപ്പൈൻ നമ്മൾ ഒരു എക്സുഡേറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ബ്രൊമേലിൻ നമ്മൾ പൈനാപ്പിൾ ആ ഫ്രൂട്ടിന്റെ ജ്യൂസിൽ നിന്നാണ് എടുക്കുന്നത്. പപ്പൈൻ ആ ഒരു ബോഡിയിൽ, അതായത് ആ പപ്പായയുടെ ട്രീയുടെ ഫുള്ളുണ്ടെങ്കിൽ ബ്രൊമേലിൻ അതിന്റെ സ്റ്റെമ്മിലും ഫ്രൂട്ടിലും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പപ്പായയിൽ നിന്നാണ് പപ്പൈൻ എടുക്കുന്നതെങ്കിൽ ബ്രൊമേലിൻ നമ്മൾ എടുക്കുന്നത് എന്തിൽ നിന്നാണ്? പൈനാപ്പിളിൽ നിന്നാണ്. അപ്പൊ പൈനാപ്പിളിന്റെ ഫാമിലി നെയിമും പ്ലാന്റ് നെയിമും പഠിക്കണം. അനാനസ് കോസ്മോസിസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ബ്രൊമേലിയേസിയെ. ബ്രൊമേലിയേസിയെ എന്നാണ് ആ ഒരു ഫാമിലിയുടെ പേര്. അപ്പൊ ആ ഒരു എൻസൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഫാമിലി നെയിം കിടക്കുന്നത്. പൈനാപ്പിൾ എന്ന് പറയുന്ന പ്ലാന്റിന്റെ നെയിമാണ് അനാനസ് കോസ്മോസിസ്. അപ്പം അതിന്റെ പൈനാപ്പിൾ ഫ്രൂട്ട് എടുത്ത് ആ ഫ്രൂട്ടിന്റെ ജ്യൂസിൽ നിന്നാണ് നമ്മൾ ബ്രൊമേലി എടുക്കുന്നത്. പപ്പായയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള ആ പഴുത്ത പഴം തന്നെ, നല്ല യെല്ലോ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ഇത് ഫ്രൂട്ട് തന്നെ നമ്മൾ ബ്രൊമേലിൻ എടുക്കണം. ഫ്രൂട്ടിന്റെ റൈപ്പനിങ് കൂടുന്നതനുസരിച്ചിട്ടാണ് ഈ ബ്രൊമേലിന്റെയും പപ്പായന്റെയും ഒക്കെ കണ്ടന്റ് കൂടുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഇതിന്റെ കൾട്ടിവേഷൻ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ടിൽ ഇൻസിഷൻസ് കൊടുത്തിട്ട് എക്സുഡേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബ്രൊമേലിൻ നമുക്ക് ഫ്രൂട്ട് എങ്ങനെയെങ്കിലും കൾട്ടിവേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന മെത്തേഡ്സ് ആണ് സ്ലിപ്പ്, ക്രൗണ്, സക്കർ. ഇത് ക്രൗൺ മെത്തേഡാണ്. അതായത് ആ ഒരു ക്രൗൺ മുറിച്ചിട്ട് ഇങ്ങനെ പീസാക്കി വെക്കും. പിന്നെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഷൂട്ടിൽ നിന്ന് വേറെ വരുന്ന ഫ്രൂട്ട് എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വെക്കും. പിന്നെ സക്കർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒറ്റ റൂട്ടിൽ തന്നെ റോ പോലെ
ഉണ്ടാവുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും. പിന്നെ പൊതുവേ ഓഗസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇയറിന്റെ ഉള്ളിലാണ് ഇതിന്റെ കൾട്ടിവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇതിന്റെ ആ ഒരു ഓറഞ്ച് ആ റൈപ്പനിങ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കൊടുക്കണം. റൈപ്പനിങ് ചെയ്ത ഫ്രൂട്ട് തന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജ്യൂസാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്യൂസിന് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 റിയേജൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അസറ്റോണും അമോണിയം സൾഫൈഡും ആണ്. പിന്നെ എന്താ ബ്രൊമേലിൻ, നമ്മളിപ്പോൾ പപ്പായയുടെ കേസിൽ പപ്പായ പ്ലാന്റിന്റെ ഫുൾ ഇതിൽ പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. പക്ഷെ ആ എൻസൈം ആകെ കൂടുതൽ കോൺസെൻട്രേഷനിലുള്ളത് ലാറ്റക്സിൽ അല്ലെങ്കിൽ എക്സുഡേറ്റിലായതുകൊണ്ടാണ് നമ്മൾ ആ എക്സുഡേറ്റ് പിക്ക് ചെയ്യുന്നത്. അതേസമയം ബ്രൊമേലിൻ പൈനാപ്പിളിന്റെ കേസിൽ പൈനാപ്പിളിന്റെ സ്റ്റെമ്മിലും ഫ്രൂട്ടിലും മാത്രമാണ് ബ്രൊമേലിൻ ഉള്ളൂ. അത് നമ്മൾ രണ്ടും എടുക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആണ് എടുക്കുന്നത്. ഫ്രൂട്ടിലുള്ള ബ്രൊമേലിനെ ഫ്രൂട്ട് ബ്രൊമേലിൻ എന്നും സ്റ്റെമ്മിലുള്ള ബ്രൊമേലിനെ നമ്മൾ സ്റ്റെം ബ്രൊമേലിൻ എന്നും പറയുന്നു. ഇനി അടുത്തത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് പപ്പായനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പോലെ ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈംസിന്റെ മിക്സ്ചർ തന്നെയാണ് ബ്രൊമേലിനുള്ളത്. അതിലുള്ള പോലെ ഒരു സൾഫർ കണ്ടന്റും ബ്രൊമേലിനുള്ള. പിന്നെ എക്സ്ട്രാ പറയുന്നതെന്ന് വെച്ചാൽ പെറോക്സിഡേസ് എൻസൈം, ആസിഡ് ഫോസ്ഫേറ്റേസ്, പ്രോട്ടേസ് ഇൻഹിബിറ്റേഴ്സും കാൽഷ്യം ആണ്. പിന്നെ യൂസസ് ഓൾറെഡി പറഞ്ഞു, ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറ്റാക്കുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആന്റിബയോട്ടിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യും. കോസ്മെറ്റിക്സ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കുറവാണ്. പിന്നെ എന്താണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിട്ട് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിലൊക്കെ ഇത് ഉപയോഗിക്കാം. അലർജി കോസ് ചെയ്യുന്ന, അതായത് പപ്പായനെ പോലെ തന്നെ അലർജി കോസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബ്രൊമേലിൻ.